മനസ്സിലായി. അതിന് നിങ്ങൾ ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് 5 മണിക്ക് മുമ്പ് ഗ്യാസ് എത്തിച്ചെന്നാ പോരെ. നേരത്തെ പറഞ്ഞ പോലെ ഒന്നുമല്ല, ഉറപ്പ്. കൊച്ചത് എത്ര മാസം? അല്ല, ഇവിടെ ജോലിക്ക് വന്നിട്ട് എത്ര മാസമായെന്ന്. ഞാൻ ഗോഡൌണിൽ നിന്ന് പോയിരുന്നു. പിന്നെ എങ്ങനെയുണ്ട് പരിപാടികൾ? കൊള്ളാം. കുറെ കംപ്ലൈന്റ്സ് ഇന്ന് ഞങ്ങൾ തീർത്തു. 2 റൂട്ടിലല്ലേ ഇന്ന് കറങ്ങിയത്? ഒറ്റയടിക്ക് എത്ര വീടുകൾ കയറി ഇറങ്ങിയെന്നറിയാമോ? എവിടെ? നിങ്ങളെ കണ്ടപ്പോഴേ എനിക്കത് തോന്നി. അതല്ലേ ഒരു ഒറ്റ രാത്രി കൊണ്ട് ഞാനത് സമ്മതിച്ചത്. അവനെന്തേ ആ കൊശവൻ? കൊല്ലത്തും കൊയിലാണ്ടിയിലും ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഫോറിൻ ആണെന്ന് പറഞ്ഞ് വിറ്റ് നാട്ടുകാരെ കളിപ്പിക്കാൻ പോയിരിക്കുക. കള്ളൻ തെണ്ടി. നിങ്ങൾ എന്തോന്നിരിക്കുക? അഡീഷണൽ സിലിണ്ടർ ബുക്ക് ചെയ്തിട്ട് ഇന്നലെ കൊണ്ടുവരാതല്ലേ പറഞ്ഞത്? ലോഡ് ഇന്നാ വന്നേ, നാളെ എത്തിക്കാന്ന് മാസം 2 പറയാൻ തുടങ്ങിയിട്ട്. ആ മാസക്കുട്ടി അവൻ തെണ്ടി എവിടെ? നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറ. ഈ നാട്ടിൽ വേറെ ഏജൻസീസ് ഉണ്ട്. സാർ മര്യാദയ്ക്ക് സംസാരിക്കണം. താനാരാണോ എന്നെ മര്യാദ പഠിപ്പിക്കാൻ? ഞാൻ ആരാണെന്ന് അറിയാമോ? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ചെയർമാൻ ഒന്നുമല്ലല്ലോ. ഗ്യാസ് നാളെ തരാന്ന് പറഞ്ഞില്ലേ? ഓ, താനാരാ? ഗഡിഫലോ. പിന്നെ സായിപ്പ് കണ്ടുപിടിച്ചിട്ടുള്ള ഓരോ വാക്കിനും ഓരോ അർത്ഥമുണ്ട്. ആദ്യം അത് മനസ്സിലാക്കിയിട്ട് സംസാരിക്കേ. ഗ്യാസ് നാളെ തരാന്ന് പറഞ്ഞില്ലേ? താൻ പോ. തനിക്കെന്നെ അറിയില്ല. ഞാൻ വിചാരിച്ച ഇന്നീ കട പൂട്ടിക്കും. വെലപ്പാ, എന്തോ ഇദ്ദേഹത്തെ മനസ്സിലായില്ലേ? ഇല്ല. ഇങ്ങേരാണ് ഈ സിറ്റിയിലെ കടകളൊക്കെ പൂട്ടിക്കുന്നത്. നമസ്കാരം. ആ പൂട്ടൊന്നും എടുത്തോട്ടെ. താൻ പോടോ. അളിയാ, എന്തൊക്കെ ഫോറിൻ ആയാലും നമ്മുടെ നാടകളിന്റെ വീര്യൊന്നും വേറെ തന്നെ അല്ലേ? രണ്ടെണ്ണം വീശിയിരുന്ന് നന്നായിട്ട് വിസ്തരിച്ചുണ്ണായിരുന്നു. കിട്ടുമോ? അമ്മയോട് ചോദിക്കാം അല്ലേ? അമ്മേ, മമ്മി ഇരിക്കുന്നില്ലേ? വേണ്ട, നിങ്ങൾ കഴിക്കേ. ഇതെല്ലാം ഉണ്ടാക്കി അമ്മ വല്ലാതെ ബുദ്ധിമുട്ടി കാണുമല്ലോ. ഫ്രൂട്ട്സ് ചുമ്മാ ഇരിക്കല്ലേ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് രസമല്ലേ? രസമുണ്ടോ? പിന്നെ കൊറേ നാളായി ഞാൻ അടുക്കള കയറി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്. ഒന്നും ശരിയായിട്ടുണ്ടാവില്ല. മതി മതി, ഇതെല്ലാം കൂടി ആകുമ്പോ വയറ് പൊട്ടിപ്പോവും. ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ നന്നായിട്ട് ആഹാരം കഴിക്കണം. ശരിയാ. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ പൊതിഞ്ഞു കിട്ടിത്താ, ഞങ്ങൾ വീട്ടിൽ കൊണ്ടു തിന്നോളാം അല്ലേ? വേണ്ട. അതൊക്കെ ഇരിക്കട്ടെ. ഊണിഷ്ടായോ? ഉഗ്രൻ. ഇത്രയും നല്ല ചാപ്പാട് അടുത്തിടെ കഴിച്ചിട്ടില്ല. ഈ 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ്, ഓംലെറ്റ്. ഓ, കർട്ടൻ. ഗ്യാസും സ്റ്റവും ഒന്നും ഇല്ലെങ്കിലും എപ്പ വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. നല്ല ഫുഡ് എപ്പോ വേണേലും വരാം. ഇത് അച്ഛനായിരിക്കും. എന്റെ ഭർത്താവ്. ഓഹോ, ഇപ്പൊ എന്ത് ചെയ്യുന്നു? He is no more. അതെവിടെ? സമയം 4 വേഗം ഓട്ടെ. ഇന്നിന്റെ ഡെലിവറി ചെയ്യേണ്ടതാ. ഞാൻ തന്നെ ഒറ്റയ്ക്ക് വന്നിട്ട് എന്താ കാര്യം? വേറെ 2 അനിയന്മാരുണ്ടല്ലോ, കോട്ടും സൂട്ടും ഒക്കെ ഇട്ട്. അവർക്ക് വന്നാലെന്താ? അതൊക്കെ മാത്തുക്കുട്ടി സാറിനോട് പറഞ്ഞാൽ മതി. അതെങ്ങനെയാ? അവര് സാറിന് മണിയടിച്ചു വെച്ചിരിക്കല്ലേ? എടോ മത്തങ്ങ ലോഡ് ചെയ്ത് കഴിഞ്ഞില്ലേ? അവനോട് വലിയ കളിയും ചിരിയൊന്നും വേണ്ട, കുഴപ്പക്കാരനാ. ലോഡ് ചെയ്ത് കഴിഞ്ഞില്ലേടോ? ഇത്രയും വീടുകളുണ്ട്. അതൊക്കെ ഞങ്ങൾ സന്ധ്യയ്ക്ക് മുമ്പേ ഡെലിവറി ചെയ്യും. നമ്മളിതുവരെ കാര്യമായിട്ടൊന്നും പരിചയപ്പെട്ടില്ല. ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാകുമ്പോ സഹകരണമൊക്കെ വേണ്ടേ? ഇങ്ങനെയൊക്കെ ഇരുന്നാ മതിയോ? ഇയാളാരാ? സഹകരണ സംഘത്തിന്റെ ഹെഡ് ഓഫീസ്. വഴങ്ങി ഇന്നത്തേക്കുള്ളത് വയറ് നിറച്ച് കിട്ടിയില്ലേ? നീയോ? ഇല്ല, ലോഡ് ചെയ്ത് മുഴുവൻ ഞാനല്ലേ? അതെ, അതുകൊണ്ട് ഇനി അൺലോഡ് ചെയ്യുന്ന മുഴുവൻ താൻ തന്നെ. രമാദേവി ഇറക്ക്. ഒറ്റയ്ക്ക് ഇറക്കണ്ട, നമുക്ക് ഒരുമിച്ച് ഇറക്കാം. അല്ലാതെ നീ മാത്രമായിട്ടൊക്കെ സൂചിക്കണ്ട. നീ അത് ഇന്ത്യൻ ഓയിലിന്റെ ഡയറക്ടർ. ഈ ഇന്ത്യൻ ഓയിൽ നിന്റെ അച്ഛൻ വേലാണ്ടി. ഇറക്കണം. പിടി. ഗ്യാസ്. അയ്യോ, ഇതാര് ഗ്യാസ്? ഇവിടെ ഗ്യാസ് ബുക്ക് ചെയ്തിരുന്നു. ഞങ്ങൾ അതിന്റെ ആൾക്കാരാ. കോയ ഗ്യാസ് ഏജൻസീസ്. ഞാൻ രാവിലെ മുതൽ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എടുക്ക്, വാ. എടുത്തോ. എടുക്ക്, വാ. വരട്ടെ. Come on, let's have a drink. വേണ്ട, സാറ് കഴിക്കാൻ ഞങ്ങൾ ഡ്യൂട്ടിയില്ല.
ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞേ വാട്ടീസ് അടിക്കത്തുള്ളൂ. സ്റ്റോപ്പ് ഇറ്റ്. ഐ നോ അബൌട്ട് ദ ഡ്യൂട്ടി. ഞാൻ രാവിലെ മുതൽ കമ്പനിയെല്ലാം വിഷമിച്ചിരിക്കുകയായിരുന്നു. അയ്യോ പാവം, ഞാൻ കമ്പനി കൊടുത്തോളാം. ടുഡേ യു ടു ആർ മൈ ഫ്രണ്ട്സ്. ഈ പിള്ള ഗസ്റ്റുകളെ സൽക്കരിക്കാൻ വിടില്ല. കഷ്ടമുണ്ടോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. കം ഓൺ മൈ ബോയ്സ്. വൈകുന്നേരം അടിച്ചാ മതി എന്ന് വെച്ചപ്പോ സാർ ഒരു സംശയം ചോദിച്ചോട്ടെ? സാർ രാവിലെ മുതൽ തണ്ണിയാണോ? യെസ്. ശീലിച്ചു അയ്യോ കീടം. സാറിന്റെ കുടുംബം ഡൈവോഴ്സായി. അയ്യോ രമാദേവിയായ സെറ്റപ്പാ. Shut up. Don't ask me about the bloody bitch. സാർ ഇവിടെ ഇൻസ്പെക്ഷൻ വന്നതാ. 2 ദിവസം റിപ്പോർട്ട് ചെയ്യണം. സാർ എവിടെ വർക്ക് ചെയ്യുന്നേ? ആസാമിൽ. ആസാമിലോ? ഞാനും കുറെ നാൾ അവിടെയായിരുന്നു. ഈ മിലിറ്ററിയിൽ ചുറ്റിക്കളി കേട്ട് പിന്നെ കുറേ നാൾ പ്രാന്ത അഭിനയിച്ചിട്ട് ഞാൻ ഇവിടെ രക്ഷപ്പെട്ടു. ഞാനാണ് അവനെ കള്ളക്കമ്പി അടിച്ച് വരുത്തിയത്. എന്റെ ബുദ്ധി. ഐ ആം ബാങ്ക് ഓഫ് ഐഡിയാസ്. ആസാമിൽ എവിടെയാ ജോലി? ചിറാപുഞ്ചി. അതെന്തോന്ന് പുഞ്ചി? ചിറാപുഞ്ചിൽ എവിടെ? I am a military officer, Lieutenant Colonel R.K. Pillai. Understand? മമ്മി, അമ്മേ, മം അം. മമ്മി അമ്മേ, ഇല്ലേ? കിച്ചണിൽ ഫുഡ് കുക്ക് ചെയ്യായിരിക്കും. മമ്മി അമ്മേ, മമ്മി അമ്മേ, മമ്മി 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 ഇന്നലെ രാത്രി മുതൽ അവരെ കാണാനില്ല. നേരം വെളുത്തപ്പോ പാൽക്കാരനെ പറഞ്ഞത് കൊച്ചമ്മയെ കാണാനില്ലെന്ന്. ഞാൻ രാവിലെ പോലീസിനെ വിളിച്ചു പറഞ്ഞിരുന്നു. ഇന്നലെ രാത്രി ഇവിടെ ശബ്ദമൊക്കെ കേട്ടു. എന്താ സംഭവം ഒരു പിടിയുമില്ല. അങ്ങോട്ട് മാറി നിൽക്ക്. നിങ്ങളാരാ? ഞങ്ങൾ മമ്മിയുടെ ഫ്രണ്ട്സാ. ഓഹോ, നിങ്ങളാണ് ഇവിടെ കൂടെ കൂടെ ഒരാളല്ലേ? അതെ. കേറി വണ്ടിയില്. അയ്യോ അമ്മയുടെ പിറന്നാൾ ആയതുകൊണ്ട് ഞങ്ങൾ ക്ഷണിച്ചിട്ട് വന്ന. ഞങ്ങൾ നിരപരാധികളാണ് സാർ. അതൊക്കെ സ്റ്റേഷൻ ചെന്നിട്ട് പറയാം. സാർ ഞങ്ങള് സാർ നടക്കടൂ. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടെ സാർ? അയ്യോ കുറച്ചു ദിവസം ലാക്കപ്പിൽ കിടക്കണമെന്നായിരുന്നു എന്റെ ജാതകം. അത് നടന്നു. ഇൻസ്പെക്ടറുടെ കയ്യിൽ നിന്ന് ഇത്തവണ ഇടികൊള്ളാതെ രക്ഷപ്പെട്ടത് എന്റെ കാർന്നുമാരുടെ ഭാഗ്യം. ഇനി ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അത്ര പന്തിയല്ല. ഇവിടെ താമസിക്കാൻ ഞാനില്ല. ഇവിടെ താമസിക്കാതെ പിന്നെ നിന്റെ അമ്മയുടെ നായരുടെ വീട്ടിൽ പോയി താമസിക്കും. എടാ ഇത് അനാഥമായിട്ട് കിടക്കല്ലേ? അങ്ങനെ അങ്ങ് പേടിച്ച് ജീവിക്കാൻ പറ്റുമോ? പോലീസിനെയും പട്ടാളത്തിനെയും പേടിക്കാം. ഇനി ഈ ശവികളെ കൂടെ പേടിക്കണോ? അതെ, ഇപ്പൊ സ്റ്റേഷനിൽ പോരാൻ പറ്റിയത് നിങ്ങളെ ഭാഗ്യം. ഇനി നിങ്ങൾ അതിന്റെ പിന്നാലെ ചുറ്റിത്തിരി നടക്കണ്ട. കട്ടോനെ കണ്ടിട്ടില്ലേ കണ്ടോനെ പിടിക്കാന്ന് പറഞ്ഞ മാതിരിയോ അവസാനം. നിങ്ങളാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് വരെ പറഞ്ഞ് കേസ് ഉണ്ടാക്കി നിങ്ങളെ കൊടുക്കും.
കുരുങ്ങുന്നെങ്കിൽ കുരുങ്ങട്ടെ. മമ്മിക്ക് എന്ത് പറ്റിയെന്ന് അറിയണം. അതിന് ഈ എന്തിനാ കിടന്ന് ബേജാറാവണ്? എന്തെങ്കിലും ആവട്ടെ. നിങ്ങൾ അതിൽ ഇടപെടണ്ട. എന്തേ? ഇല്ല, എവിടെയാണെങ്കിലും മമ്മിയെ കണ്ടുപിടിച്ച് തീരൂ. എടാ നീ ഞാൻ പറയണോന്ന് കേക്ക്. അവർ എവിടെങ്കിലും പോയി തൊലയട്ടെ. ഞമ്മക്ക് എന്ത് കാര്യം? വെറുതെ പുലിവാല് പിടിക്കണ്ട. ഒന്ന് നിർത്തണ്ടേക്ക. അവര് നിങ്ങൾക്ക് ആരും അല്ലായിരിക്കാം. എനിക്കങ്ങനെയല്ല. വളരെ സ്നേഹമുള്ള സ്ത്രീയായിരുന്നു. എനിക്കെന്തോ മമ്മിയോട് വല്ലാത്ത അടുപ്പം തോന്നി. സ്വന്തം അമ്മയോടൊന്നു പോലെ. അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. മമ്മി എവിടെയാണെന്ന് അറിഞ്ഞിട്ട് ഇനി ഞാൻ എങ്ങോട്ടേക്കുള്ളൂ. പോലീസുകാർ അന്വേഷിക്കുന്നില്ലേ? എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. മുമ്പൊരിക്കലും ഒരാൾ ഇവിടെ വന്ന് അവരുമായി വഴക്കുണ്ടാക്കുന്ന ഞാൻ കണ്ടു. ആര്? എപ്പോ? കഴിഞ്ഞ മാസത്തിലെന്നാ തോന്നുന്നത്. ഒരു സന്ധ്യക്ക് ഞാൻ ഗ്യാസ് കൊടുക്കാൻ വന്നപ്പോഴാ അവര് ഒരുപാട് കരയുന്നതും കണ്ടു. ആരാള്? അതൊന്നും എനിക്കറിയില്ല. ഞാൻ അയാളെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. നീ വിഷമിക്കൊന്നും വേണ്ട. 2-3 ദിവസം കഴിഞ്ഞ് അവരിങ്ങി വരും. അവർക്ക് ആരെങ്കിലും ഒക്കെ കാണാതിരിക്കോ? ഇനി പിറന്നാളായതുകൊണ്ട് ബന്ധുക്കളുടെ അടുത്തെങ്ങാനും പോയി സദ്യയൊക്കെ കൊണ്ട് പാർട്ടി സുഖിച്ചിരിക്കെ. ഉണ്ണി, പത്രത്തിലെ പരസ്യം കണ്ടിട്ട് ബന്ധുക്കൾ ആരെങ്കിലും വരുമെന്നാ കരുതിയത്. അതുമില്ല. എന്റെ ബലമായ സംശയം കാശിയിലോ രാമേശ്വരത്തോ ആ പാവ അമ്മ സന്യസിക്കാൻ പോയി കാണുമെന്നാ. ആ പ്രായമാണല്ലോ. ഏയ്, അങ്ങനെയൊന്നും ആവില്ല. മമ്മി വരും, വരാതിരിക്കില്ല. അതുവരെ നമുക്ക് കോള്, വേഷ, ശാപ്പാട്, നല്ല ഒന്നാന്തരം വീട്. ഇനി അവർ വന്നില്ലെങ്കിലോ ഈ വീട് നമുക്ക് സ്വന്തം. ആ കോയയുടെ കൂടെ കിടന്ന് ശരീരത്തിലെ ചോര മുഴുവൻ കൊതു കൊണ്ടുപോയി. ചിലപ്പാ ഓ നമുക്ക് ചുറ്റുപാടുള്ളവരുടെ വീടുകളിലൊക്കെ ഒന്ന് തിരക്കാം. ഓ നമ്മൾ തമ്മിൽ പരിചയമില്ല, ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. നിങ്ങളാരാ? ഒരു പരിചയമില്ലാത്ത വീട്ടിൽ കയറി താമസിച്ചിട്ട് അവിടെ വരുന്നവരോട് എങ്ങനെയാണോ പെരുമാറുന്നത്? പ്ലീസ്, കുറച്ചുകൂടി മര്യാദ വേണ്ടേ? അതല്ലേ ചോദിച്ചത്, നിങ്ങളാരാണെന്ന്. എന്നെ പരിചയമില്ല അല്ലേ? എവിടെയോ വെച്ച് കണ്ടിട്ടുള്ള പോലെ. കൽപ്പാത്തിയിലെ രഥോത്സവത്തിനാണോ അതോ സുചീന്ദ്രത്തെ തേരോട്ടത്തിനോ? സോറി, വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഇത് നിങ്ങളുടെ വീടല്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോണം. പിള്ളേരാണെന്നറിയാം, പോലീസിലൊക്കെ അറിയിച്ചത് അപ്പോഴത്തെ വാശി കൊണ്ടാണെന്നും അറിയാം. സാരമില്ല, ഇനിയും സമയമുണ്ട്. ഈ രാത്രിക്കകം സ്ഥലം വിട്ടോണം. സ്ഥലം വിടാം. ഇതെന്റെ വീടാ, മനസ്സിലായി. ഞാൻ ഇനിയും വരും. എന്തിന്? അപ്പോ കൂടുതൽ ദേഷ്യത്തിലായിരിക്കും. ചിലപ്പോ രണ്ടിനെയും. വരട്ടെ. അദ്ദേഹം പറഞ്ഞ സത്യമല്ലേ? വല്ലവരുടെ വീട്ടിൽ കയറി താമസിക്കുന്ന ന്യായമാണോ? എന്തൊരു നല്ല മനുഷ്യൻ. നമ്മളെ ചെക്ക് ചെയ്യാനായിരിക്കും അവന്മാർ ആ തടിമാടൻ അവിടെ നിർത്തിയിട്ട് പോയിരിക്കുന്നേ. കൈ ഇവരാരാ? എങ്ങോട്ടാ രണ്ടും കൂടി? അതെ, നിങ്ങളാരാ? നിങ്ങളാരാ? മനസ്സിലായില്ല. നീ അറേഞ്ച് ചെയ്ത എന്നെ ആരോട് ചോദിച്ചിട്ടാ നിങ്ങളിനകത്തേക്ക് കയറിയത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇത് സത്ര ഹോട്ടലൊന്നുമല്ല. അന്തസ്സും അഭിമാനവും ആഭിജാത്യമുള്ള മാന്യന്മാരായ 2 ചെറുപ്പക്കാർ താമസിക്കുന്ന വീടാണ്. അനുവാദമില്ലാതെ ഒരു വീട്ടിൽ കയറി താമസിക്കുന്നതാണോ അന്തസ്സഭിമാനവും? ഒന്നാമത് ഇവിടെ മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുക. അതിനിടയ്ക്ക് ഓരോന്നും ഒന്ന് കേറിക്കോളും. എന്താണ് അതോ ആഗമന ഉദ്ദേശം? നീ വാടി, ആഗമനോദ്ദേശം. ഒന്ന് ഒരല് പോലെ, അടുത്തത് ഒലക്ക പോലെ. അതെ. എങ്ങോട്ടാ ഈ വച്ച് പിടിക്കുന്നത്? കൂടും കുടുക്കായിട്ട് ഇവിടെ താമസിക്കാമെന്നാണോ? ഇവിടെ ആരാ നിങ്ങളോട് താമസിക്കാൻ പറഞ്ഞത്? ഇതാര് കടുവ പിടിച്ച് കിടുവായോ? കടുവേം കിടുവേന്നുമല്ല, ഇവിടുത്തെ മമ്മിയുടെ ഒരേ ഒരു മോളാ ഇത്. സ്വന്തം മോളൊന്നുമല്ലല്ലോ. സ്വന്തം മോള് തന്നെ. ഈ മോൾ അല്പം ചവിട്ടും തൊടിയുള്ള കൂട്ടത്തിലാണ്. അളിയെ സൂക്ഷിക്കണം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? പത്രത്തിൽ വന്ന ഉടനെ വേണ്ടപ്പെട്ടവർ വരുന്നുണ്ടല്ലേ? ഇനിയും വരും. പതുക്കെ എനിക്ക് എന്താ എന്തു പറ്റി?
ഓ പഴത്തൊലി. ഈ കിച്ചൺ കിടക്കുന്ന കിടപ്പുണ്ടില്ലേ, തൊഴുത്ത് പോലെയായി. ഇതാര് ക്ലീൻ ചെയ്യും? താൻ തന്നെ ക്ലീൻ ചെയ്യണം. ചൂടായല്ലേ കൊച്ചേ, സമാധാനമായിട്ട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം, സഹകരിക്കൂ, പരിഹരിക്കാം. പിന്നെ ഞങ്ങളിവിടെ ഭരിക്കാനും പൊറുക്കാനും വന്നൊന്നുമല്ല. മമ്മി ഞങ്ങളുടെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. മമ്മിയെ കാണാതായപ്പോ അതിന്റെ അന്വേഷണമൊക്കെ ആയിട്ട് ഞങ്ങളിവിടെ കൂടിയതാ. അത് അന്വേഷിക്കാൻ തന്നെയാ ഞങ്ങൾ വന്നത്. അളിയാ, ഇവിടെമാര് ലേഡി സീഡികളായിരിക്കുമെന്നാണ് എന്റെ നിഗമനം. അളിയന്റെയോ? എന്റെ സോറി. എത്രയായി? 5 രൂപ. എന്താണോ മഴയായതുകൊണ്ട് വിട്ടോ. രണ്ട് ത്രിഗുണം പടപടാൻ നടിച്ചാലേ ഓടിയ ക്ഷീണം തീരും. 2 ത്രിഗു ലാർജ്. ഇനി വേണം ഒന്ന് ഖുഷിയാകാൻ. സോഡ വേണ്ട, ലൈൻ ക്ലിയർ ആകട്ടെ. ആ നാറി കുറുപ്പ് നമ്മളെ പിടിച്ചു കൊടുക്കാൻ ഇറങ്ങിയിരിക്കുക. അവന്റെ കൂടെ വേറെ പോലീസുകാരും ഉണ്ടാവുന്ന എന്റെ പേടി. ഓരോന്നുടിത്താ പഴയ ഒരു ചുരുക്കം അവരുണ്ട്. രണ്ടിനെയും പിടിപ്പിക്കുമെന്ന ആണായിട്ട് പറഞ്ഞല്ലേ. ഇവിടെയും ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ നീ അവനെ അകത്താക്ക. ചോർന്നുപോയ ധൈര്യമൊക്കെ വെള്ളച്ചാട്ടം പോലെ പുറത്തു വരും. നമ്മൾ ഇവിടെ ഉണ്ടെന്ന് ഈ നാറി എങ്ങനെ അറിഞ്ഞു? അവൻ സീഡിയല്ലേ, പട്ടിയെ പോലെ മണത്ത് കണ്ടുപിടിക്കും. ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. എപ്പോ വേണമെങ്കിലും അവൻ ചാടി വീഴാം. ഇതാണ് ചെകുത്താന്റെയും കടലിന്റെയും നടുക്കെന്ന് പറയുന്നത്. വീട്ടിലേക്ക് പോയ അവന്മാരുടെ അടി, പുറത്തേക്ക് ഇറങ്ങിയ വലയുമായിട്ട് പോലീസും പട്ടാളവും. പട്ടാളത്തിന് പോകാൻ പറ. ഏത് വലയും പൊട്ടിക്കുന്ന തിമിങ്ങലമാണ് ഈ പഴകഞ്ഞി വേലപ്പൻ. ഈ ചുവല കളിയാക്കാളടാ. വേലപ്പ. ഓ നോക്കടാ. ഈ ഒരു പണി മാത്രമേ ഞാൻ ചെയ്യാത്തതായിട്ടുള്ളൂ. ഇപ്പൊ അതുമായി ഡോളി പറഞ്ഞ ഇതല്ല, ഇതിലപ്പുറവും ചെയ്യും. അങ്ങനെ സ്നേഹമുള്ള ആണുങ്ങൾ. ഇവിടെ ഒന്ന് വേഗാവട്ടെ, പണികൾ ഇനി വേറെ ഉണ്ട്. അടുക്കളയിൽ ഒന്നും ആയിട്ടില്ല. ഇവിടെ വച്ചുവിളമ്പി തരാൻ ഞങ്ങൾ വേലക്കാരൊന്നും അല്ല. ഒന്ന് പറഞ്ഞു കൊടുക്ക്. അതെങ്ങനെ? ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന ബിസിനസ് കാര്യങ്ങൾ മാത്രം പറയാൻ സമയം സന്ദർഭവും കിട്ടണ്ടേ? കറക്റ്റ്. പറഞ്ഞത് കേട്ടല്ലോ. വർത്താനം പറഞ്ഞ് നിൽക്കാതെ വേഗം ഈ ജോലി തീർത്തിട്ട് വന്ന് അടുക്കള കയറും. ഒന്ന് നിന്നേ. ആ ഞാവായിലെ പേടിച്ചെന്നല്ലേ അടുക്കളയിൽ കയറുന്നത്. ഡോളിക്ക് വേണ്ടിയാ. ഇഷ്ടമുള്ളവരോടത്ത് വർക്ക് ചെയ്യുന്ന ഒരു രസമല്ലേ? രസമാണ്, പക്ഷേ അടുക്കളയിൽ ഒറ്റയ്ക്ക് മതി. നമ്മൾ ഒന്നിക്കുന്നതേ ഡൈനിങ് ടേബിളിൽ മതി. പിന്നെ ഒരു കാലം പഴങ്ങഞ്ഞി ഇരിപ്പുണ്ട്, അത് പെട്ടെന്ന് കുടിച്ച് തീർത്തേക്കണം. ഈ പഴങ്ങഞ്ഞിയുടെ കാര്യം ഇവിടെ എത്തിയോ? അതങ്ങനെ വാട്ട്സ് പ്രോബ്ലം? ഒരേ വേഷം, ഒരേ പൊക്കം, 4 പേരും കൂടി എന്നെ തുരത്തി കളഞ്ഞു. ചുമ്മാ അവരെന്തിനാ പേടിക്കുന്നത്? അവരവിടെ വല്ല ഗ്യാസ് എടുക്കാമെന്ന പാർട്ടിക്കാരുമായിരിക്കും. അതെ, എന്റെ ഗ്യാസ് എടുക്കാൻ തന്നെ അവര് വന്നത്. ഓ പ്ലീസ് നോ. ചേട്ടന് മഡോണ ഇഷ്ടമാണോ? ഇഷ്ടമാണോന്ന്? മറഡോണയുടെ എന്നാ പാസാ. മറഡോണയല്ല, മഡോണ. അതായത് പാട്ടുകാരി. അവരുടെ പാട്ട് ഇഷ്ടമാണോന്നാണ് ചോദിച്ചത്. ഡോളിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ്. അമീർ ഖാനെയാണോ സൽമാൻ ഖാനെയാണോ ഇഷ്ടം? 2 കാന്മാരെ ഇഷ്ടമാണ്. ആരാവന്മാര്? ചേട്ടന് നല്ല ഹ്യൂമർ സെൻസ് ഉണ്ടല്ലോ. ഉടനെ ഒരു ഡോക്ടറെ കാണിക്കണം. ഞാനിവിടെ വന്നപ്പോഴേ ചേട്ടനെ ശ്രദ്ധിച്ചു. എന്തൊരു ഗ്ലാമർ. ഈ അടുത്തിടെ കൽക്കരി കനി ജോലി ചെയ്ത് കറുത്തു. ഒറ്റ ദിവസം കൊണ്ട് ചേട്ടൻ എന്റെ ഹൃദയത്തിൽ ചാടി കയറി കളഞ്ഞു. ഇത്ര പെട്ടെന്നൊന്നും ഞാൻ ആർക്കും പ്രവേശനം നൽകാറില്ല. ഞാനും എന്റെ തിരക്കിട്ട ബിസിനസ് ജീവിതത്തിനിടയിൽ ആയിരക്കണക്കിന് മുഖങ്ങൾ കാണുന്ന കൂട്ടത്തിൽ ഇതുപോലൊരു മുഖം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പല്ലു തന്നെ ഉണ്ടോ? ലേശം നീരുണ്ടല്ലോ.
നല്ല ഉരുക്കൂട്ട കൈ അധികം വെച്ചോണ്ടിരിക്കല്ലേ? ഇല്ല. ജലദോഷമുണ്ടോ? ഇല്ല. എന്താ? പിന്നെ ആരാ ചുമച്ചത്? ഞാനല്ല. പിന്നെ ആര്? പൊക്കോ പൊക്കോ. ഏത് നാറിയടാ? നീ ഇവിടെ ഇങ്ങനെ പാട്ടും കൂത്തുമായിട്ട് കഴിഞ്ഞോ? ഇനി അവന്മാരെ എപ്പോഴും അങ്ങോട്ട് കയറി വരാൻ അറിയില്ല. അവന്മാര് ഗ്യാസ് എടുക്കാൻ വന്നവരാ, പേടിക്കാനൊന്നുമില്ലെന്ന് ഡോളി പറഞ്ഞു. അതും കേട്ടോണ്ടിരുന്നോ? അറിയാത്ത കുഞ്ഞെ ചൊറിയും പറയും. അതെങ്ങനെ അറിയും? നല്ല രസമുള്ള കാഴ്ച. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബോട്ടിംഗ് നടത്തണം. ഞങ്ങൾ ഇടയ്ക്കിടെ ബോട്ടിങ്ങിന് പോവാറുണ്ട്. ഇനിയിപ്പം 4 പേർക്കും കൂടി പോവാല്ലോ. ശ്രാങ്കളിയാ, സ്പീഡ് അല്പം കുറയ്ക്ക്. ഇവിടെ മുങ്ങിയ ഒരാഴ്ച കഴിഞ്ഞ് അവിടെ പൊങ്ങൂ. സ്വിമ്മിങ് അറിയാമെങ്കിൽ പേടിക്കണ്ടല്ലോ, ഞങ്ങൾക്കറിയാം. കുറെ നാളായി ഒന്ന് സ്വിം ചെയ്തിട്ട്. ഇത് പഠിപ്പിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു, എനിക്ക് പഠിക്കായിരുന്നു. സ്വിമ്മിങ് നല്ല എക്സസൈസാ. ബോഡിയുടെ തടിയൊന്ന് കുറഞ്ഞു കിട്ടുകയും ചെയ്യും. ഇതെങ്ങനെ അങ്ങനെ പെട്ടെന്ന് കുറയുന്ന തടിയൊന്നുമല്ല, ഇത് പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. നല്ല തമാശ. എങ്ങനെ സഹിക്കുന്നതിനെ? ഇതിനെയാ അതാണ് കര കര കര. ഇത് പ്ലാസ്റ്റിക് പൂവാണോ? തലേ തൊടാതെ. ഇല്ല ഇല്ല. എപ്പോഴും ഇങ്ങനെയാ. ക്ഷമയ്ക്കൊരു നോബൽ സമ്മാനം ഉണ്ടെങ്കിൽ അത് ആദ്യം കിട്ടണ എനിക്ക്. അതിലും വിലപിടിപ്പുള്ള ഒരു സമ്മാനം കിട്ടിയാൽ നീ വേണ്ടാന്ന് വെക്കുമോ? എന്ത് സമ്മാനം? അത് correct, അത് correct. ഏയ്, ഞാൻ കുറച്ചു ദിവസം കൂടി ഇവിടെ നിന്നേ പറ്റൂ. അത് കഴിഞ്ഞാൽ ഉടനെ എത്താം. തൽക്കാലം ഇവിടുത്തെ കാര്യമൊന്നും നീ അച്ഛനോട് പറയണ്ട. എത്രയും വേഗം നിന്നെയും കൊണ്ട് ചെല്ലാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇനിയിപ്പോ ഓഹോ, ഇവിടെ നിനക്ക് ഇത് തന്നെ പണി? ഇവിടെ ഇനി ഏത് പണിയാണ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ മതി. എന്തായാലും അവൻ ഞങ്ങളുടെ പണി കഴിക്കും. അതിനുമുമ്പ് അറിയാവുന്ന പണിയൊക്കെ ചെയ്ത് കൂത്തി തീർത്തോട്ടെ. മാറ്, ഞങ്ങള് പോക്കാം. ആ, കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് നമ്മൾ പുറകോട്ട് പോകരുത്. അത് ശത്രുവിന്റെ ബലം കൂട്ടും. നമ്മളും ധൈര്യപൂർവ്വം നിന്ന് അവന്മാര് പതറും, പിന്മാറും. മമ്മി അവന്റെ കസ്റ്റഡിയിലുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. ഇനി നമ്മൾ അവന്റെ ഓരോ നീക്കങ്ങളും കരുതിയിരിക്കണം. അവന്റെ താമസം എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കേണ്ടി വരില്ല. ഇതിനേക്കാൾ മഹാവൃത്തികേടായിരിക്കും കാണാൻ. അവന്മാരെന്നെ ഒരു അലക്കാലക്കി. ഏതായാലും നല്ല കാര്യം. ഞങ്ങള് ചെയ്യേണ്ടത് നാട്ടുകാർ ചെയ്യണം. നാട്ടുകാരൊന്നുമല്ല, ആ വില്ലന്മാര്. ആ വില്ലന്മാരെവിടെ വെച്ച് കണ്ടു? ഞാൻ വഴിക്ക് വെച്ച് കണ്ടു. മമ്മിയുടെ കാര്യമല്ലോ അറിയാവൂടാ. പട്ടി നായിന്റെ മോനെ എന്ന് ഞാൻ ചോദിച്ചു. മറുപടി കയ്യോടെ തന്നു. വല്ല കാര്യമുണ്ടോ അടി കിട്ടുന്നിടത്ത് മുഖം കാണിച്ചിട്ട്? ഈ മുഖം കാണിച്ച അടിയെ കിട്ടൂ. എന്റെ മുഖത്തിന് എന്താണ് കുഴപ്പം? നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട. നീ തൽക്കാലം പുറത്തിറങ്ങണ്ട, കുറച്ച് റെസ്റ്റ് എടുക്ക്. ഏതായാലും നരിയാപ്പറമ്പിൽ മാത്തുക്കുട്ടി അവനിട്ട് 2 കൊടുക്കാതെ പിന്മാറൂല. എന്റെ രക്തം തിളക്കുന്നു. തിളച്ച് മറിയുന്നതിന് മുമ്പ് വാങ്ങി വെക്കേ. ഞങ്ങളുടെ ഒപ്പം നിൽക്കണം പിൻ ശക്തിയായിട്ട്. പക്ഷെ പിന്നെ ഇന്ന് കുത്തരുത്. വാ. ഓ സോറി. എന്റെ സ്വഭാവം അറിയില്ല, അതാണ്. അടിയുള്ളത് സ്വഭാവമല്ലേ ഞാൻ. ഏതായാലും ഞാനിവിടെ കുറച്ചു ദിവസം നിൽക്കാം. എനിക്കിതൊരു ട്രെയിനിങ് ആവുമല്ലോ. ഒന്നുമില്ലെങ്കിലും ഞാനൊരു പോലീസ് ഓഫീസർ അല്ലേ. ഹോസ്റ്റലിൽ പോയെന്ന് പറഞ്ഞു. മാസ്റ്റർക്ക് വിഷമമായി. ചേച്ചി ഞങ്ങൾ ചെറിയ ഇടവില്ല അല്ലേ? ആരാ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു തന്നത്? ആ കോയ പറഞ്ഞു. ഇവിടെ ആകെ പ്രശ്നമാണ്. ഒക്കെ ഞങ്ങൾ അറിഞ്ഞു. ചേച്ചിയെ പിടിച്ചോണ്ട് ഒരു കൊള്ളക്കാരൻ വന്നെന്ന് ഞങ്ങൾ അറിഞ്ഞു. അശോ, ഇനി ചേച്ചി ഒട്ടും പേടിക്കണ്ട. ഞങ്ങൾ നോക്കിക്കോളാം. ഓക്കെളാം. അതിന് പറ്റിയ സൈസുള്ള പുള്ളികളും തന്നെ ഇവിടെ എത്തിയോ? ഉണ്ടപ്പക്കർമാർ വേലപ്പിന്റെട്ടും പേടിക്കണ്ട. ഈ ചേട്ടനും കൂടെ ചേർന്നാ എന്നെ രക്ഷിച്ചത്. അലച്ചിലിന്റെ ക്ഷീണം ഇതുവരെ തീർന്നില്ല. വല്ലാതെ വിശക്കുന്നു. ഞങ്ങൾക്ക് ആഹാരം വേണം. വരൂ. ഇവിടെ ഇനി നെത്തോലികളുടെ കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കൊന്ന് വിസ്തരിച്ച് മനസ്സ് തുറന്ന് വർത്താനം പറയാൻ പോലും കഴിയില്ല. കഴിയും. നമുക്ക് ഇവിടെ ഇരുന്ന് ഒരുപാട് സംസാരിക്കാം. ആ ഉണ്ണിയും കുറിപ്പ് ഉറക്കമാകുമ്പോ ഞാൻ വിളിക്കാം. ആ ജനാല തുറന്നിട്ടേക്കണം. പോരുന്നു. പിന്നെ പോയോ?
ദൂരെ കിഴക്കുതി. ചേച്ചി കഴിഞ്ഞ ഓടി വരി ഓടി വരി ഓടി വരി ഓടി വരി കുഴഞ്ഞല്ലോ. നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു.